ആരും വന്ന് രക്ഷിച്ചൊന്നും കൊണ്ടുപോകൂല. നമ്മൾ തന്നെ രക്ഷിക്കണം. നമ്മൾ ഒരു പ്രായമാകുന്നത് വരെ നമ്മുടെ പാരൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് ഹോംവർക്ക് ചെയ്തോ അങ്ങനെ നമ്മൾ അന്വേഷിക്കാൻ ആളുണ്ട്. പക്ഷേ നമ്മൾ വിവാഹമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പറ്റി നമ്മൾ വലുതായി എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ടൊരു കുട്ടിയായിരിക്കും, പക്ഷേ നമ്മൾ വലുതായി. അപ്പോൾ വലുതാകുമ്പോൾ നമ്മൾ ആ ഒരു മെച്യൂരിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ആരും വന്ന് നമ്മളെ പഠിപ്പിച്ചു തരില്ല. അപ്പം നമ്മൾ തന്നെ നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം, നമ്മളെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ ഇമോഷണലി നമുക്ക് എങ്ങനെ ഓക്കെ ആകാൻ പറ്റും, എപ്പോഴും ഏത് സിറ്റുവേഷനും നമുക്ക് എങ്ങനെ, ഇതൊക്കെ ഇങ്ങനത്തെ അറിവുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മളുടെ ലൈഫ് നമ്മളുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ വേറൊരാളെ കുറ്റപ്പെടുത്തിയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫാണ് നാശമായി പോകുന്നത്. സോ നമ്മളുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഹസ്ബൻഡ് ടോക്സിക് ആണെങ്കിൽ ഇദ്ദേഹം ടോക്സിക് ആണെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിലെ സ്ട്രഗിൾസ് ഇതൊക്കെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഇതാണ്, ഇവിടേക്ക് പോകാൻ വേണ്ടി ഞാൻ എന്തെല്ലാം എഫേർട്ട് എടുക്കണം, അതൊക്കെ എത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ എനിക്ക് മറ്റുള്ളവരുടെ സഹായം എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നമ്മൾ തന്നെ ആക്ഷൻസ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും നമുക്കിങ്ങനെ ഇതിൽ തന്നെ പെട്ടുകിടക്കാൻ പറ്റുമോ? ചില ആളുകൾക്ക് അയ്യോ എനിക്ക് വേറെ ജോലി കിട്ടുമോ? ശരിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക്. വേറൊരു ജോലി കണ്ടുപിടിക്കാനൊന്നും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുകിടക്കുന്ന അത്രയും റിസ്ക് ഒന്നുമില്ല നമുക്ക് വേറൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട്. നമ്മളുടെ ഇൻറ്റൻഷനാണ്, നമ്മളുടെ അതിതീവ്രമായ ആഗ്രഹങ്ങളാണ് നമ്മൾ അതിലോട്ട് എത്തിക്കുന്നത്.